പ്രിയപ്പെട്ടവരെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. കോഴിക്കോട് നിന്നും അമൃത എന്ന യുവതി റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുകയാണ് അമൃത. അമൃതയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമൃത ചേരുന്നു തത്സമയം. വെരി ഗുഡ് ഈവനിങ് അമൃത. ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞതേ ചില അസ്തമയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പല നക്ഷത്രങ്ങളും അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, പല സൂര്യന്മാരും അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അസ്തമയത്തിൻ്റെ ഒരു ഓർമ്മയായിരുന്നു മുമ്പിൽ. ശരി, അമൃത എവിടെയാണ് സ്വദേശം? എൻ്റെ വീട് കോഴിക്കോട് പേരാമ്പ്രയാണ്. അമൃത, നമ്മളിത് തത്സമയമാണ് കാണിക്കുന്നത്. അമൃതയുടെ ഫേസ് ബ്ലർ ചെയ്യുകയോ അമൃതയുടെ ഐഡന്റിറ്റി മറക്കേണ്ട സാഹചര്യമോ ഉണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ധൈര്യം പൂർവ്വം അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുപാട് ചെറുപ്പക്കാർ വരുന്നു എന്നുള്ളത് നമുക്കും ധൈര്യം നൽകുന്ന ഒന്നാണ്. ഞങ്ങളുടെ മുഖം മറക്കേണ്ടതില്ലല്ലോ. മുഖം മറക്കേണ്ടത് ആരാ? നമ്മളോട് ഇതൊക്കെ ചെയ്ത മനുഷ്യരാണ്. ശരി അമൃത, നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. അമൃത എത്ര കാലമായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു? ഞാനിപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഇതിലേക്കൊരു പാഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് വേറെയാണ് എൻ്റെ മേഖല എങ്കിലും എനിക്ക് ചെറുപ്പം തൊട്ടേ ഇതിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. അമൃത 1 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ജൂനിയർ ആർട്ട് ഏത് മേഖലയിലാണ് അമൃത ഫോക്കസ് ചെയ്യുന്നത്? ആക്ട്രസ് ആയിട്ടാണോ, അതായത് അഭിനയമാണോ, സാങ്കേതിക പ്രവർത്തനമാണോ, സംവിധാനമാണോ? എനിക്ക് പിന്നെ അഭിനയത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യം ആകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ കുറച്ചൊന്ന് ബാക്കോട്ട് ഒന്ന് ചവിട്ടി പിടിച്ചെന്ന ഒരു അവസ്ഥയിലുള്ളത്. അല്ലാതെ എൻ്റെ മേഖല എന്ന് പറയുന്നത് ജേർണലിസം മേഖലയാണ്. ഞാൻ ഓൺലൈൻ ചാനലുകളിലും പിൻവാങ്ങാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ക്രൗഡ് വർക്കായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പം പാസിങ് ആയാലും മറ്റ് അവിടെ ഇവിടെ നിൽക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. ക്രൗഡ് വർക്ക് അധികം അങ്ങനെയാണ് ഉണ്ടാവാറ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും അങ്ങനത്തെ റോളുകളെ കിട്ടാറുള്ളൂ. വല്ലപ്പോഴും ഒരു ഡയലോഗ് കിട്ടിയാൽ അങ്ങനെ ആയി എന്നുള്ളതാണ്. അമൃത, 1 വർഷം മുമ്പാണ് ചലച്ചിത്ര മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് അവിടെ മുതൽ തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം ഇത് പ്രേക്ഷകർ അറിയട്ടെ എന്താണ് സംഭവിക്കുന്നത്. മാത്രമല്ല ഇത് കുറച്ചധികം ആളുകൾ നമുക്കൊപ്പം കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമൃതയിൽ നിന്ന് നമ്മൾ തുടങ്ങുക. 1 വർഷം മുമ്പ് അമൃത ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതിൽ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പെരുമാറുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവരോട് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ പോലും എനിക്ക് എൻ്റെ ഒരു വാല്യൂ ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിമാനം അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ചതിന് നമുക്ക് തരുന്ന കൂലി, ആ കൂലി നമുക്ക് തരുമ്പോൾ അതിനകത്ത് കിട്ടിയില്ല എന്നാൽ പൊക്കോ എന്ന് പറയുന്ന ഒരു അടിമയെ പോലെ സംസാരിക്കുന്ന ഒരു പ്രവണത. പിന്നെ കൂലി തരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേ ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങൾ തന്നില്ലല്ലോ എന്നുള്ളൊരു രീതി. ഒരു 1500 അല്ലെങ്കിൽ 2000 ഒക്കെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിക്ക് കൊടുക്കുന്ന തുക. അതിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ച് മുക്കിയൊക്കെ ഒരു 500 എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥ. അമൃത, എത്ര സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ലൊക്കേഷനുകളിൽ പോയിട്ടുണ്ടാവും അമൃത? ഞാനൊരു 3-4 മൂവിയിലേ പോയിട്ടുള്ളൂ. ഈ ആരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ ഒരു കൺട്രോളർ ഉണ്ടാവുമോ? അതല്ല സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണോ നിങ്ങളെ വിളിക്കുന്നത്? കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അല്ലല്ല, കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കോർഡിനേറ്ററാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സിനിമ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ മുതലുള്ള അനുഭവം ഒന്ന് പറയൂ. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്, താരങ്ങളൊക്കെ അവിടെ കാരവാനിൽ വിശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ അവിടേക്ക് ചെല്ലും, അവരുടെ ലൊക്കേഷൻ നിശ്ചിത ഇത്ര ദിവസങ്ങളിലേക്കെന്ന് പറഞ്ഞാണോ നിങ്ങളെ ഷെഡ്യൂൾ ചെയ്യുക? അതെ, ചിലപ്പോൾ 3-4 ദിവസം അല്ലെങ്കിൽ കുറച്ചധികം ഡേയ്സ് പറയും. നമുക്ക് പേയ്മെൻറ്റ് പറയും, ഓൾറെഡി പേയ്മെൻറ്റ് പറയും. പറഞ്ഞ സമയത്തേക്കും നമ്മൾ ആ അത്ര പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടാറില്ല. മാത്രമല്ല നമുക്ക് ആ ഒരു വാല്യൂ, ഒരു മനുഷ്യനുള്ള ഒരു പരിഗണന ഉണ്ടല്ലോ, അതിനൊരു വാല്യൂ അവർ തരാറില്ല. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ ഡയലോഗില്ല, അവർ നമ്മൾ പറയും ചില സീനുകളിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡയറക്ടർമാരാണോ പറയുക? അല്ല, കോർഡിനേറ്റേഴ്സ് തന്നെയാണ് പറയുക. കോർഡിനേറ്റേഴ്സ് അല്ല, അവിടെയുള്ള കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ തന്നെ പറയും.
ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ നിന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സാഹചര്യമില്ല എന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന വെളിപ്പെടുത്തൽ. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ചില സമയത്ത് ശരിയല്ലേ? അതെ, ചില സമയത്ത് അങ്ങനെയാണ്. അതെ, ചില സമയത്ത് കാരണം നമ്മൾ വെയിലത്ത് കഷ്ടപ്പെട്ട് വെയിലത്ത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുക. അപ്പോൾ അത്രയും സമയം നിന്നിട്ട് നമ്മളോട് ആ ഒരു വാല്യൂ നമുക്ക് തരുന്നില്ലെങ്കിൽ ക്യാഷ് കിട്ടിയില്ല എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഇപ്പൊ കുറച്ചൊന്ന് ചവിട്ടി പിടിച്ചത്. എത്ര മണിക്കൂറൊക്കെ അമൃത ലൊക്കേഷനിൽ അങ്ങനെ നിൽക്കേണ്ടി വരും? ഒരു രാവിലെ 6 മണിക്ക് ലൊക്കേഷനിൽ എത്തണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഗ്യാങ് ആയിട്ടാണ് പോവുക, പെൺപിള്ളേരൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ 6 മണിക്ക് എത്താൻ പറയും. അപ്പോൾ 6 മണി തൊട്ട് വൈകുന്നേരം ഒരു 6-7 മണി വരെ നമ്മൾ അങ്ങനെ നിൽക്കണം. ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് തന്നെ കിട്ടൂ? ഭക്ഷണമൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടാറുണ്ട്. ഓക്കെ. അതിനുശേഷം ഇവർ വെയിലത്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചില ലൊക്കേഷനിലൊക്കെ ഭയങ്കര പരിതാപമാണെന്നാണ് പറയുന്നത്. അതെ. അതിനുശേഷം വൈകുന്നേരം പോകുമ്പോഴാണ് ഈ പ്രതിഫലം 2000 പറഞ്ഞു, 500 ആയിരിക്കും കിട്ടുക. ബാക്കി ആരാ അടിച്ചുകൊണ്ട് പോകുന്നത്? യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ ഇത് 2000 വാങ്ങുന്നുണ്ടാവും അല്ലേ അമൃത? അത് ഉണ്ട്. ഓക്കെ. അപ്പോൾ തൊഴിലിടങ്ങളിൽ കോർഡിനേറ്റർ തന്നെയാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. കൃത്യമായ വേതനം നൽകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായൊരു തൊഴിലവകാശമാണ്. നമ്പർ 1. നമ്പർ 2, ഇതിപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ കൂട്ടത്തോടെ പോകുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ ഈ പെൺകുട്ടികൾക്കൊക്കെ അമൃതയ്ക്ക് അടക്കമുള്ളവർക്ക് അവിടെ അനുഭവപ്പെടാറുണ്ടോ? കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഫിലിം ഫീൽഡ് ആണല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനൊരു മേഖലയാണ്, അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ശ്രദ്ധിച്ചോളും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്നത് പല കാര്യങ്ങളാണ്, പല നെഗറ്റീവ്സ് കാര്യങ്ങളാണ്. കാരണം അവിടെ ഒരു നെഗറ്റീവ് തരംഗമാണ് ഉണ്ടെന്ന്. പലരും പല അനുഭവങ്ങൾ പറയുന്നു, എടാ അതങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഇത് നമുക്ക് വരില്ല, ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവത്തില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം, ഒന്ന് മതിയാക്കി. ചില ആൾക്കാർ വരുന്നത് ക്യാഷിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ്, ഇത്ര വേതനം കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ വരുന്നത്. ചില ആൾക്കാർ പാഷൻ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ച് കയറണം എന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷേ ഫുൾ നെഗറ്റീവ്സിലുള്ള ഒരു തരംഗമാണ്. പക്ഷെ അവിടെ ട്രീറ്റ് ചെയ്യുന്ന മറ്റു ആൾക്കാരൊക്കെ കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ ആൾക്കാർ അവിടെയുള്ള ആക്ട്രസ് ആയാലും ഒക്കെ അവരൊക്കെ നല്ല ട്രീറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാർ, കോർഡിനേറ്റേഴ്സ് ആയാലും മറ്റു ആൾക്കാരും ഒക്കെ ഉള്ള ഒരു രീതി, ഒരു നെഗറ്റീവ് ഉള്ളത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അമൃത പരോക്ഷമായി പറഞ്ഞു വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള സംവിധാനങ്ങൾ സിനിമാ മേഖലയിലുണ്ട് എന്ന് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നു. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇത് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ചോദിക്കുക, അത്തരത്തിലുള്ള ചില സൂചനകൾ അമൃതയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ? അമൃതയെ തന്നെ അല്ലെങ്കിൽ അമൃതയുടെ സുഹൃത്തുക്കൾക്ക് അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വരുമ്പോൾ? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഡയലോഗ് കിട്ടാൻ, ഒരു നല്ല ഷോട്ടിൽ ഒന്ന് ഉൾപ്പെടാൻ. അതെ, എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ റോള് കിട്ടാൻ. അതുകൊണ്ടാണ് ഞാനിന്ന് മാറി നിന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ക്രൗഡ് വർക്കിന് പോവാതെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റോള് പിടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാറി നിന്ന സമയത്തേക്കും ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി 10 മണിക്ക് ശേഷമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തു. അമൃതയല്ലേ, എൻ്റെ പേര് ഷൈജു എന്നാണ്, ഞാൻ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞോളൂ എന്താണ്. അപ്പം പറഞ്ഞു, എനിക്ക് അമൃതയോട് സംസാരിക്കണം, അമൃതയ്ക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് കോൾ അലൗഡ് അല്ല എൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് സാർ എന്നെ പറയുകയാണെങ്കിൽ വോയിസ് ഇട്ടോ, ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് ഇട്ടോ, ഞാൻ അത് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം റിപ്ലൈ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, വർക്കിൻ്റെ കാര്യമല്ലേ, പിന്നെ അത് ഇപ്പം അമ്മയോട് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു, എന്ത് വർക്കിൻ്റെ കാര്യമായാലും എന്ത് സിനിമാക്കാരെയായാലും 10 മണിക്ക് ശേഷം അലൗഡ് അല്ല, നമുക്ക് രാവിലെ സംസാരിക്കാം അങ്ങനെയാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വാട്സപ്പ് ക്ലോസ് ചെയ്തു. ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ ക്ലോസ് ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അമൃത ഒരു ക്യാരക്ടർ റോളുണ്ട്, അത്യാവശ്യം നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രെയിമിൽ കിട്ടുന്നതാണ്, 8 ദിവസത്തെ വർക്കാണ്, പിന്നെ അപർണ ബാലമുരളി, കുഞ്ചാക്ക ബോബൻ, ടൊവിനോ, നിവിൻ പോളി ഒക്കെ ഉള്ളതാണ്. വേറെ നടിമാരെ പേരും പറഞ്ഞു. അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്, അമൃതയുടെ ഒരു ഫേസ് വെച്ചിട്ട് ആ ക്യാരക്ടറിന് ഒതുങ്ങുന്നതാണ് എന്ന് പറഞ്ഞു.
ആ ഓക്കെ സാർ ഞാൻ റെഡിയാണ്. എനിക്ക് കാരണം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ക്യാരക്ടർ റോള് കിട്ടുക എന്നുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ആ സാർ ഞാൻ വരാം. അപ്പം പറഞ്ഞു അമൃതയ്ക്ക് പറഞ്ഞിരിക്കുന്ന തുക 2,40,40,000 ആണ്. 50,000 രൂപ എഗ്രിമെൻ്റ് എഴുതുമ്പം ഞങ്ങൾ കയ്യിൽ തരും. അപ്പോൾ എഗ്രിമെൻ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ, സാറ് തീരുമാനിച്ചു എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതയ്ക്ക് അറിയാലോ ഫിലിം ഫീൽഡല്ലേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് അറിഞ്ഞൂടെ ഫിലിം ഫീൽഡല്ലേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം, എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടറുടെ സൈഡിൽ നിന്ന് എങ്ങാനും ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആണെങ്കിൽ അമൃത തയ്യാറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, എനിക്ക് ഈ വക കാര്യങ്ങളിലേക്ക് ഞാൻ ഇല്ല എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അമൃത, വേറെ ആൾക്കാരുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് ആ ഉള്ളിൽ തോന്നിയ സംഭവം ഞാൻ പുള്ളിക്കാരോട് ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ് ചെയ്തു, സാർ എന്തുകൊണ്ട് ഈ പെമ്പിള്ളേരോട് നിങ്ങളിത് ചോദിക്കുന്നത്, ആൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താ നിങ്ങൾ ആൺപിള്ളേരോട് ചോദിക്കുന്നത്, പെമ്പിള്ളേരോട് മാത്രം എന്തെങ്കിലും നിങ്ങളിങ്ങനെ ഒരു അനീതി കാണിക്കുന്നത്, അത് തെറ്റല്ലേ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡാണ്, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ഫേമസ് ആക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്, നിങ്ങൾ ഫേമസ് ആക്കി നിങ്ങൾ മറ്റൊരു മൂവിയിലേക്ക് കൊണ്ടുപോകും, വേറെ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും തുകയൊക്കെ തരുന്നത് അതിനല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ നിങ്ങൾ തുക ഇത്രയും നിങ്ങൾ തുക കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ച് തരാം, പിന്നെ ക്ലോസ് ഫ്രണ്ടായി ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചു തരാം, നിങ്ങൾ തുക തരണ്ട, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ അത് അങ്ങനെയല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ വേറെ പെമ്പിള്ളേരുണ്ട്, ആ പെമ്പിള്ളേർക്ക് പക്ഷെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ അതിനില്ല, നിങ്ങൾ ആ പെമ്പിള്ളേരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വേറെ റോള് വരുന്നുണ്ട്, ക്യാരക്ടർ റോൾ തന്നെയാണ്, ഇച്ചിരി ഡയലോഗും ചെറിയ ചെറിയ സീനുകളുണ്ട്, 2,000-3,000 ഒക്കെ വരുന്നതാണ് പെർ ഡെയിലി, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ റോൾ ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വെച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും മാന്യമായ രീതി നമ്മളോട് ഇത്രയും പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് നമ്മളോട് ഇങ്ങനത്തെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം ചോദിക്കും, നമ്മൾ ഡീസൻ്റായിട്ട് ഡീൽ അതിന് മറുപടി പറയാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ പൊതുയിടത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് മെച്ചമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർണക്കുറ്റം നോക്കി ഒന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ് വളർന്നു വരുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുമോ എന്ന് ഡീസൻ്റായിട്ട് ചോദിച്ച് നമ്മൾ ഡീസൻ്റായിട്ട് മറുപടി പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണത്. മാത്രമല്ല ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായി എന്ന് പറയുന്നു. അതെ കറക്റ്റ്, അതാണ് എനിക്കറിയേണ്ടത്. പറഞ്ഞോളൂ അമൃത. അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായി എന്ന് പറയുന്ന ഈ പെൺപിള്ളേർ ആരാണ് എനിക്കറിയില്ല. കാരണം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പം മറ്റേ ഓഡീഷൻ വെച്ചിട്ടും അങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ സെലക്ട് ചെയ്ത് വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പം പല മൂവിയിൽ ഞാൻ കണ്ടിട്ടുള്ള പലരും. നല്ല വശമുണ്ട് കേട്ടോ, എല്ലാവരും മോശമായ ആൾക്കാർ, മോശമായ ഡയറക്ടർമാരാണ്, മോശമായ പ്രൊഡ്യൂസർമാരാണ് എന്നൊന്നും പറയുന്നില്ല. നല്ല ആൾക്കാർ, നല്ല ടീമുണ്ട്. ഞാൻ വേറൊരു വിഷയം വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു മൂവിയിലുള്ള ഒരു ചേട്ടനുമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ ചേട്ടനാണ് എന്നെ സഹായിച്ചത്. ഇയാൾ പോക്കാണ്, ഇയാൾ അങ്ങനെയാണ്, പോവണ്ട എന്നൊക്കെ പറഞ്ഞ് മൂവിയിലുള്ള ഉയർന്ന ആൾക്കാർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ല വശമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയാൽ മതി. അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു കച്ചവടം, ഒരു സ്ത്രീ ഒരു പൈസയ്ക്ക് വിലയ്ക്ക് വാങ്ങി കാര്യങ്ങൾ ചെയ്ത് ഒരു വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതിലേക്ക് സാധാരണയല്ലേ എന്നതാണല്ലോ നിങ്ങളോട് പറയുന്നത്. ഫിലിം ഫീൽഡ് അല്ലേ എന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡിൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ എന്നുള്ളത് ഒരു പ്രധാന സംഭവമായി ആർക്കും ബുദ്ധിമുട്ടില്ല. അതായത് നേരിട്ട് അമൃതയോട് ചോദിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ ഷൈജു എന്ന പ്രൊഡ്യൂസറെ പിന്നീട് എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഷൈജു എന്ന പ്രൊഡ്യൂസർ യഥാർത്ഥത്തിൽ ആ പേര് തന്നെയാണോ ഷൈജുവിന്? ഇല്ല.
ഷൈജു അയാളെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം SH എന്നാണ് അത് കാണുന്നത്. ഷൈജു എന്നാണെന്ന് എനിക്ക് ഉറപ്പുള്ളത്. അയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കയ്യിലില്ല. ഇല്ല, അതൊന്നും പറഞ്ഞില്ല. കൂടുതൽ ഞാൻ ചോദിക്കുകയും ചെയ്തില്ല. കാരണം ഈ ഒരു രീതി ആയതുകൊണ്ട് ഇതിന്റെ പേരിൽ മുതലെടുക്കാൻ. പക്ഷെ അത് ഷൈജുവിന് വേണ്ടിയല്ല അമൃതയെ സമീപിച്ചത്. ഷൈജുവിൻ ഒരു ഡയറക്ടർക്ക് വേണ്ടി എന്ന നിലയിൽ സമീപിക്കുന്നു. അങ്ങനെ അമൃതയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷൈജുവിന് കൂടി അത് പ്രയോജനപ്പെടുത്താം എന്ന നിലയിലായിരിക്കാം ഒരു പക്ഷേ അമൃതയെ സമീപിച്ചിട്ടുണ്ടാവുന്നത് അല്ലേ? അതൊരു ഫേക്കുമായിരിക്കും, ഒരു ഫേക്ക് ഐഡി ആയിരിക്കാം. അതെ അതെ. ഓക്കെ, അമൃത അതിനുശേഷം ഈ സിനിമ ഇറങ്ങുകയോ അങ്ങനെ കാണും ചെയ്തോ? അങ്ങനെ കാണും കണ്ടോ? നമ്മളുടെ അടുത്ത് പറഞ്ഞത് അപർണ ബാലമുരളിയും നമ്മളുടെ കുഞ്ചാക്കോ ബോബനും ഒക്കെ ചേർന്ന് അഭിനയിച്ച സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയോ? ഇല്ലല്ലോ. പിന്നീട് ഇത് ഈ വിവരം വീട്ടിൽ പറയുകയോ മറ്റു സുഹൃത്തുക്കളോട് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ എടാ ഇത് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, നീ ഇതിലൊരു വീഡിയോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രതികരണം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ നാളെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് ഒറ്റപ്പെട്ടു പോവുകയോ, കാരണം നമ്മൾ കാണുന്നതാണ് സ്ത്രീകൾ പ്രതികരിക്കുന്ന സമയത്ത് പലരും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നത് അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒറ്റപ്പെട്ടു പോവുക, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമോ, എൻ്റെ കൂടെ വോയിസ് ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് അത് പ്രതികരിക്കാതിരുന്നത്. എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായി. എന്തുകൊണ്ട് എനിക്കത് അന്ന് അനുഭവിക്കണം. അമൃത, അതായത് ഞാൻ തുറന്ന് ചോദിക്കുന്നത്, നിർമ്മാതാവ് എന്ന പേരിൽ എന്നല്ലേ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയൂ? കാരണം അയാൾ നിർമ്മാതാവാണെന്ന് നമുക്ക് നിശ്ചയമില്ല. നിർമ്മാതാവ് എന്ന പേരിൽ ഷൈജു എന്നൊരാൾ നമ്മളെ സമീപിച്ചു. ആ ഷൈജു അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. 2,40,000 രൂപ തരാം എന്ന് പറഞ്ഞു. വന്നത് വാട്സപ്പ് കോൾ വഴിയാണ്. ആ നമ്പറൊക്കെ കാണുമല്ലോ അമൃതയുടെ കയ്യിലല്ലേ? ഉണ്ട് ചാറ്റുണ്ട്. ആ ചാറ്റ്. അപ്പം ഇയാൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇയാളെ കുറിച്ച് പറഞ്ഞു? അതായത് നമുക്ക് ഇയാളുടെ ഐഡന്റിറ്റി അറിയാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു, ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന സിനിമ ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലുണ്ട്, കോർഡിനേറ്റേഴ്സ്, ഒരുപാട് കോർഡിനേറ്റേഴ്സ്. അപ്പോൾ ഏതോ ഗ്രൂപ്പിന്റെ ഒരു ഷൈജു എന്ന പേരിൽ ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. ഷൈജു പിന്നീടത് അമൃത പിന്നീടത് തെരഞ്ഞെടുത്തിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കള്ളപ്പേരുകളിൽ ഇടനിലക്കാരായി നിൽക്കുന്നവർ ചൂഷണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരാകണമെന്നില്ല. ഒരു വലിയ മാഫിയ സംഘം ഈ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ ഷൈജു യഥാർത്ഥത്തിലുള്ള ഏതെങ്കിലും സിനിമയുടെ പ്രൊഡ്യൂസർ ആകണമെന്നില്ല. അദ്ദേഹം ഈ ഗ്രൂപ്പുകളിൽ നിന്ന് വീണ് കിട്ടുമ്പോൾ ഇത്തരം ഇരകളെ തേടി നടക്കുന്ന ഒരു വേട്ടക്കാരനായിരിക്കും. അതായത് സിനിമയിലുള്ളവർ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് സിനിമയുടെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തി ചൂഷണം ചെയ്യുന്നവരുണ്ട് അല്ലേ അമൃത? അതെ. ഈ ഒരു കാര്യം കൂടി, എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ട്. ആ അനുഭവം ഇതേപോലെ ഫേക്ക് ആണോ, അതല്ല ഫേക്ക് ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്ന ആളുകളാണോ, അതല്ല നമുക്കറിയാവുന്ന ആളുകളാണോ അമൃത? എനിക്കറിയാവുന്നല്ല, പല ഫിലിം ഫീൽഡിലെ പല ആൾക്കാർക്കും അറിയുന്ന ഒരാളാണ്. പക്ഷെ അയാൾ വളരെ മോശമാണ് എന്നാണ് ഫിലിം ഫീൽഡിലുള്ള മറ്റാൾക്കാർ പറയുന്നത്. മോശമാണ്, അതിലേക്ക് പോവണ്ട, ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്താ സംഭവം അതൊന്ന് പറയൂ അമൃത. ആദ്യത്തെ അനുഭവം കഴിഞ്ഞതിന് ശേഷമാണോ അമൃതയോട് രണ്ടാമത്തെ ഈ അനുഭവം ഉണ്ടാവുന്നത്? നമ്മളത് നിരസിച്ചു, ആ സിനിമയുടെ പ്രോജക്റ്റ് നടന്നില്ല, അത് കഴിഞ്ഞു. അതിനുശേഷം അതൊരു 3-4 മാസം മുമ്പാണത്. അത് ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചു, രാഹുൽ എന്നാ പേര്. പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് പറഞ്ഞു. രാഹുൽ എന്ന പേരിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടോ? പിന്നീട് അവർ അന്വേഷിച്ചോ? ഉണ്ട്. അന്വേഷിച്ചു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. ശരി, പറഞ്ഞോളൂ. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ റോളുണ്ട്, അത്യാവശ്യം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അമൃത ഓക്കെ ആണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു ചേച്ചി തന്നതാണ്, ആ ചേച്ചിക്ക് ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാരക്ടർ റോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ചേച്ചിയാണ് നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്താ വെച്ചാൽ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ ഞങ്ങൾ പിന്നെ ഒരു നിവിൻ പോളിയുടെ വർക്കാണ്, കോളേജ് വർക്കാണ്, അപ്പോൾ അത്യാവശ്യം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് കൂടുതൽ ഡേയ്സ് ഉണ്ടാവും, അപ്പോൾ അമൃത ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ്. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര റൈസായി. പിന്നെ അമൃത എനിക്ക് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ട ആൾക്കാരല്ല, ഞങ്ങൾ സൂപ്പർ ശരണ്യയിൽ വർക്ക് ചെയ്ത ക്രൂ ആണ്,
നിനക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ സൂപ്പർ ശരണിയിലുള്ളവരാണ്, അപ്പോൾ നീ അന്വേഷിച്ച് നോക്കിയാൽ മതി, ഞങ്ങൾ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് റേസായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെന്തിനെങ്കിലും റേസ് ആവുന്നേ, നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ റേസ് ആവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എടാ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല, അതുകൊണ്ട് നിനക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ സെലക്റ്റാണ്, എനിക്ക് 2-3 കുട്ടികളെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് അയച്ചു തരണം, വേറെ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന പെമ്പിള്ളേരാണ്, അവരെ എങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്കറിയാം, കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്കും പോകാത്ത ആൾക്കാർ. അപ്പോൾ അത് ഞാൻ അവരടുത്ത് പറയുകയും ചെയ്തു, ഇവർ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനത്തിലേക്കൊന്നും ഇതാക്കരുത്. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എടാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു, എടാ പെൺപിള്ളേരൊക്കെ പാവാണ്, ഞാൻ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരെ നമുക്ക് നല്ല രീതിയിലേക്ക് ആക്കാം. എന്നോട് പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒഴിവാക്കി അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇയാൾ പറഞ്ഞതാണല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് വർക്കാണെന്ന് ഇയാൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, പിന്നെ നീ അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിവാക്കി കൊടുത്ത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ഈ പെമ്പിള്ളേരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഒന്ന് സൂക്ഷിക്കണം, ഉടായിപ്പാണോന്നും അറിയില്ല, എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കുറച്ചൊന്ന് നീട്ടി പോയിക്കോ എന്ന് പറഞ്ഞു, നമുക്ക് ഇയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പെമ്പിള്ളേരെ വിളിച്ചിട്ട് പിന്നെ സംഭവങ്ങളൊക്കെ ഡീലാക്കി. അപ്പോൾ എന്നെ ഇയാൾ രാഹുൽ വിളിച്ചിട്ട് പറയുന്നു, എടാ പിന്നെ എങ്ങാനും അഡ്ജസ്റ്റ്മെൻറ്റോ എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിലോ നീ അവരെ ഒന്ന് സെറ്റാക്കുമോ. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ കൂട്ടിക്കൊടുപ്പുള്ള ഒരു ജോലിയല്ല, ഞാനങ്ങനെ പറയുകയില്ല, ഞാൻ അങ്ങനത്തെ ആളുമല്ല, അങ്ങനെ ഒരു പെൺകുട്ടികളെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുകയില്ല അതിന് തയ്യാറാണോ എന്നുള്ളത് എന്നിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനായി, ഇയാളിങ്ങനെ ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെ ചോദിക്കടാ അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് ഈ വാട്സപ്പിൽ പ്രൊഫൈൽ ഈ ആംഗ്രിയുടെ ഇമോജി ഇടുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഇടും, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെ ഇടും, കാരണം ആൾക്കാർ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇടുന്നൊരു ശീലം എനിക്കുണ്ട്. അപ്പം ആ സമയത്തെങ്കിലും എനിക്ക് ആ ഒരു ഇത് ഒഴിവാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അയാളത് സമ്മതിച്ചില്ല. ഞാൻ എന്നിട്ട് ആംഗ്രിയുടെ ഇമോജി ഇട്ടു. അപ്പോഴേക്കും ഇയാൾ ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം എന്നുള്ള രീതിയിലൊക്കെ ഇയാളെ സംസാരിക്കുന്നത്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കോള് ഒക്കെ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഇയാൾക്ക് മനസ്സിലായി എനിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം പിന്നെ ഇയാൾ വിളിച്ചില്ല. ഞാൻ ആ ഒരു ഇമോജി ഇട്ടപ്പോഴത്തേക്കും പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ അവർ വിളിക്കുന്നത്, അമൃത പിന്നെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതാൻ സമയമായി, അവരൊക്കെ ഓക്കെ അല്ലേ, നീയും ഓക്കെ അല്ലേ. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ മൂവി ചെയ്യുന്നത്? എന്നെ ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ പ്രൊഡക്ഷൻ കൺട്രോളോ ഇങ്ങനത്തെ ആൾക്കാർ പലരും വിളിക്കേണ്ടതാണ് എന്നെ, കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നൊരു സാധനം ഇവരൊക്കെ വിളിക്കേണ്ടതല്ലേ, അപ്പോൾ നിങ്ങൾ ഈ ഒറ്റയ്ക്കാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ ഈ വേറൊരു ചേട്ടനുണ്ട്, രാഹുൽ എന്ന് പറയുന്ന വേറൊരു ചേട്ടൻ, മൂവിയിലൊക്കെ വളരെ സജീവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവനെക്കുറിച്ച് ചേട്ടനൊന്ന് അന്വേഷിക്കണം, സൂപ്പർ ശരണ്യയിൽ വർക്ക് ചെയ്ത ആളാണ്, ആ ക്രൂവിലുള്ള ആളാണ്, നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സൂപ്പർ ശരണ്യയിലെ ആളാണെങ്കിൽ എനിക്കറിയാം, ആ ക്രൂവിലെ ആൾക്കാരെ എനിക്കറിയാം, ഞാൻ അവരെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ, ഇങ്ങനെ ഒരാളുണ്ടോ. അപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അവിടെയുള്ള ക്രൂവിലുള്ള ആൾക്കാർ പറഞ്ഞു, അമൃതയോട് പറ, പിന്നെ എന്തെങ്കിലും പെൺകുട്ടികളെ പേരോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറ, ഇവൻ്റെ മെയിൻ പരിപാടിയാണ് ഇത്, ഏതെങ്കിലുമൊക്കെ മൂവിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും, എന്നിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് പെൺപിള്ളേർക്ക് മോശപ്പേര് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവൻ്റെ പ്രവർത്തനം, ആ ക്രൂ നമ്മളിപ്പോൾ ഒരു മൂവി എടുക്കണം, ആ ക്രൂവിനെ ഒന്നടങ്കം മോശമായ രീതിയിൽ വരുത്തുന്ന രീതിയിലായിരിക്കും ഇവരൊന്നും മേലുള്ള ആൾക്കാർ ഇതൊന്നും അറിയൂല, ഇവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞു. അവനെ ബ്ലോക്ക് ചെയ്ത ആളാ. അങ്ങനെയാണ് പറയുന്നത്, പ്രൊഡക്ഷൻ കൺട്രോൾ ആണെന്നാണ് പറയുന്നത്. വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമൃത എഗ്രിമെന്റ് ഒഴിവാക്കി. അപ്പം ഒരുപാട് പെൺപിള്ളേർ ഇയാൾക്കെതിരെ കേസ്, ഞാനത് ഒഴിവാക്കി. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് ശരിയല്ല. പല താരങ്ങളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും യെസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നിട്ട് ആ പെൺപിള്ളേർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രൊഡക്ഷൻ കൺട്രോളർമാരാൽ ഇത്തരം സിനിമാ സെറ്റുകളിൽ കാസ്റ്റിംഗ് കൗച്ചിന് ഇരയായി തീർന്ന ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അമൃതയോട് എന്തെങ്കിലും തുറന്നു പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ?
ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായ പെൺപിള്ളേരെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയും പറഞ്ഞ പൈസ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് ഭയങ്കര ഫീലായിട്ട് ഇമോഷണൽ ആയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അമൃത ചോദിച്ചിരുന്നു. എന്തായാലും ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, ഇതെന്താണ് ഈ സംഭവം എന്നറിയാൻ. ഇല്ല, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി നമുക്കറിയാലോ, ഇത് സംഭവം ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം പിന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ഈ രണ്ട് സംഭവങ്ങളാണ് അമൃതയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായത് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ച അതെ, യെസ്. അതിനുശേഷം ആ സിനിമാ സ്വപ്നം എന്നുള്ള ഒരു അതിനുശേഷം ഞാനൊന്ന് ചവിട്ടി ചവിട്ടി. ഓക്കെ, സിനിമാ സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് അഭിനയിക്കണം നല്ല താല്പര്യമുണ്ട്. നല്ലൊരു ക്രൂവിൻ്റെ കൂടെ തന്നെ ഞാനത് ചെയ്യും എന്തായാലും. അത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടുള്ള ഒരു ടീം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഓഡീഷനൊക്കെ വഴി പോയി നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കയറും. ഈ ഒരു കാര്യം കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾ വഴി പുതിയ പെൺകുട്ടികളെ ഈ ഒരു വലയിലേക്കാക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പോൾ അമൃത അത് വഴങ്ങാത്തത് കൊണ്ട് അമൃത ഒരു മുന്നറിയിപ്പ് കൊടുത്തു ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും വഴങ്ങുന്നവരുണ്ടാവും. ആ വഴങ്ങുന്നവർ മറ്റുള്ള പെൺകുട്ടികളുടെ പേര് കൊടുക്കുകയും അവരോട് ഈ സ്ത്രീകൾ തന്നെ പോയി പറയും, അത്രേ, ഒന്ന് വഴങ്ങിയാൽ എന്തോ കുഴപ്പം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലക്ഷ്യങ്ങളാണ്, നിങ്ങളുടെ കടബാധ്യതയൊക്കെ തീരും, നിങ്ങൾ വലിയ ഫെയിമിലേക്ക് വരും, അങ്ങനെ പറയുന്ന കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അമൃതയ്ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളുണ്ടോ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല, സ്ത്രീകളും ഇതിന് സപ്പോർട്ടീവാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ എന്നെ വിളിച്ചായിരുന്നു, ഒരു കോർഡിനേറ്ററാണ്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനൊരു ക്യാരക്ടർ റോളുണ്ട്, ഡ്രസ്സൊക്കെ അങ്ങനെയാണ് ഉള്ളത്, ഒരു പഴയ രീതിയിലുള്ള ഒരു ചാക്ക് കൊണ്ടൊക്കെ ഉള്ള ഒരു ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ നന്നായിട്ട് കാണും. അപ്പോൾ അമൃത അത് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അമൃതയ്ക്ക്. ഒരു ലേഡിയാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന് ചോദിച്ചാൽ, അത് എന്തായാലും ഞാനില്ല എന്തായാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഓക്കേടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതാക്കി. അങ്ങനത്തെ ഒരു അനുഭവം അല്ലാതെ വേറെ ഇയാൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ളൊരു ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഓക്കെ അമൃത, ഒരുപാട് കാര്യങ്ങൾ അമൃത പറഞ്ഞു. പ്രൊഡ്യൂസർ നിലയിൽ ഒരാൾ വരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന പേരിൽ രാഹുൽ എന്ന പേരിൽ വരുന്നു, സ്ത്രീകൾ വരുന്നു. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പൊതുവെ അരക്ഷിതരാണ് എന്നൊരു നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരാമല്ലേ? എനിക്കൊന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെയാണ്, പല ജൂനിയർ ആർട്ടിസ്റ്റുകളോട് മൊഴി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയമാണ്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സ്ലേവ് മനോഭാവമാണ് അവിടെയുള്ളത്, അല്ലെങ്കിൽ ആ മനോഭാവത്തിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതും. അമൃതയ്ക്ക് ഈ 3 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ച ഒരു അനുഭവമേ ഉള്ളൂ. അമൃതയ്ക്ക് അത് തന്നെ പറയാൻ സാധിക്കുമല്ലേ? അതെ, കാരണം മറ്റ് മേഖലയെ പോലെയല്ല ഈ ഫിലിം മേഖല. ഞാനിപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയാണെന്ന് പറയുമ്പോൾ നമ്മളെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം അവിടെ ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ജസ്റ്റ് മൂവിലേക്ക് കയറിയിട്ടോ എന്ന് പറയുമ്പോൾ, ഒരു മാന്യമായൊരു ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്നെപ്പറ്റി ഒരു നെഗറ്റീവ് അയാൾ ചിന്തിക്കാതിരിക്കത്തില്ല. അവൾ പോക്കാം, അവൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറായിട്ടായിരിക്കും അതിലേക്ക് കയറിയത് എന്നൊക്കെ ചിന്തിക്കും. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഫിലിമിലുള്ള ഈ ഇൻഡസ്ട്രീനെ കുറിച്ചുള്ളത്. അങ്ങനെയാണ്. കാരണം അങ്ങനെ ഇതിൽ അഭിനയിക്കുന്നവരൊക്കെ വേശികളാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും തരം താഴ്ന്ന ഒരു രീതിയിലേക്ക് ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ, ഈ മേഖലയിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖല, വലിയൊരു മേഖല. സൃഷ്ടിക്കേണ്ട ഇടത്ത് ഇങ്ങനെ ഒരു സ്ത്രീകളെ കച്ചവടം ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം ഭയങ്കരമാണ്, വളരെ നിർഭാഗ്യകരമാണ് അമൃത. എന്തായാലും അമൃതയുടെ പോരാട്ടത്തിന് അമൃത തീരുമാനമെടുത്തു. അമൃതയുടെ സ്വപ്നങ്ങൾ ഒരു കാലത്ത് പൂവണിയും അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ലാതെ അമൃതയുടെ ടാലന്റ് തിരിച്ചറിഞ്ഞ് സിനിമയിലേക്കൊക്കെ അമൃതയ്ക്ക് അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അമൃത, ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള മുന്നോട്ടുള്ള പോരാട്ടത്തിലും അമൃതയ്ക്കൊപ്പം തന്നെ ഈ പൊതുസമൂഹം ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം കൂടി, മറ്റ് പ്രശസ്തരായ ഒരാളും അമൃതയെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ?
ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു അമൃത, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതിൽ. താങ്ക് യു. അമൃതയാണ് നമുക്കൊപ്പം ചേർന്നത്. അമൃത ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. ആ ജൂനിയർ ആർട്ടിസ്റ്റായ അമൃത ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നേരിട്ട അനുഭവങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞത്. ഇതിലൊരാൾ പ്രൊഡ്യൂസർ എന്ന പേരിലാണ് വരിക. അതായത് ഇടനിലക്കാരായിട്ടുള്ളവർ, സിനിമാ വ്യവസായത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന മനുഷ്യർ, തട്ടിപ്പുകാരൊക്കെ ഉണ്ടാവും. ഇയാൾ യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസറോ സഹ പ്രൊഡ്യൂസറോ ആണോ എന്ന് നമുക്കറിയില്ല. ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്നാണ് പറയുക. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം. അത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല.